കാലാകാലങ്ങളായി നടന്നുവരുന്ന ഒരു യുദ്ധമാണ് സംസ്ഥാന സർക്കാരുകളുടെയും ഗവർണർമാരും തമ്മിലുള്ളത്. അടുത്ത കാലത്തെ തമിഴ്നാട് ഗവൺമെൻറ് വിസസ് ഗവർണർ വാർത്തകൾ നിങ്ങൾ കേട്ട് കാണും. ഇതിനെല്ലാം കാരണം ഗവർണർക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളാണ്. ആരാണ് ഗവർണർ എന്നും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണെന്ന് മനസ്സിലാക്കാം. ഒരാൾ ഗവർണർ ആവണമെങ്കിൽ അയാൾക്ക് 2 യോഗ്യതകളാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ 35 വയസ്സെങ്കിലും പ്രായമായ ആളായിരിക്കണം. അതുമാത്രമല്ല MP-യോ അല്ലെങ്കിൽ MLA-യോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ആയിരിക്കരുത് എന്നുള്ളൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പ്രസിഡൻ്റാണ്. 5 വർഷമാണ് ഗവർണറുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഗവർണർക്ക് രാജിവെക്കുകയോ അല്ലെങ്കിൽ പ്രസിഡന്റിന് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുകയോ ചെയ്യാം എന്നുള്ളതാണ്. ഗവർണർക്ക് ഒരുപാട് എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും അതുപോലെ തന്നെ ജുഡീഷ്യലുമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഏറ്റവും ആദ്യം വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും ഗവർണറുടെ പേര് ഉപയോഗിച്ചിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്നതും ഗവർണറാണ്. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അതുപോലെ അഡ്വക്കേറ്റ് ജനറലിനെയും PSCയിൽ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഈ അപ്പോയിൻമെൻറ്റുകളെല്ലാം തന്നെ മന്ത്രിസഭയുടെ നിർദ്ദേശത്തിൻ്റെ പുറത്താണ് ഗവർണർ ചെയ്യുന്നത്. ഒട്ടുമിക്ക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. അദ്ദേഹം തന്നെയാണ് മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർമാരെയും നിയമിക്കുന്നത്. ഗവർണർക്ക് ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഭരണപരവും നിയമനിർമ്മാണപരവുമായിട്ടുള്ള വിവരങ്ങൾ ആവശ്യപ്പെടാം. പ്രസിഡൻസ് റൂൾ, അതായത് രാഷ്ട്രപതി ഭരണം ഇമ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗവർണർക്ക് വിപുലമായിട്ടുള്ള ഭരണാധികാരങ്ങൾ കൂടി ഉപയോഗിക്കാം. ഇനി നമ്മൾ ഗവർണർ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഗവർണറാണ് നിയമസഭയെ വിളിച്ചു ചേർക്കുന്നത്. അതുപോലെ തന്നെ നിയമസഭയുടെ സെഷൻസിനെ മാറ്റിവെക്കുന്നതും ഗവർണറാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം നിയമസഭയെ ഡിസോൾവ് ചെയ്യുന്നതും ഗവർണറാണ്. ഇനി ജനറൽ ഇലക്ഷൻ കഴിഞ്ഞാൽ നിയമസഭയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നതും ഗവർണറാണ്. മണി ബില്ലിനെ റെക്കമെൻഡ് ചെയ്യുന്നതും ഗവർണറാണ്. ഇനിയാണ് ഗവർണറുടെ ഏറ്റവും ശക്തിയേറിയ അധികാരം എന്ന് പറയുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെച്ചാൽ അത് നിയമമാവൂ. നിയമസഭ ഒരു ബില്ല് പാസാക്കിയാൽ അത് പിന്നീട് ഗവർണറുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഗവർണറുടെ അടുത്തെത്തുന്ന ബില്ലുകളിൽ ഗവർണർക്ക് അസന്റ് കൊടുക്കാം. ഇങ്ങനെ അസന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമമായിട്ട് മാറും. ഈ അസന്റിനെ വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാം. ഇത് സാധാരണ സംഭവിക്കാറില്ല. അതുപോലെ തന്നെ ബില്ലിനെ നിയമസഭയിലേക്ക് വീണ്ടും തിരിച്ചയക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ തിരിച്ചയച്ച ബില്ല് വീണ്ടും സഭ പാസ്സാക്കിയാൽ അസന്റ് കൊടുത്തേ പറ്റൂ. മണി ബില്ലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തിരിച്ചയക്കാനായിട്ട് സാധിക്കില്ല. ഇതുകൂടാതെ ഗവർണർക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. പ്രസിഡന്റിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ആ ബില്ലിനെ അയക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അയക്കുന്ന ബില്ലുകളിൽ പിന്നീട് അന്തിമ തീരുമാനം എടുക്കുന്നത് പ്രസിഡന്റാണ്. നിയമസഭ സെഷനിലില്ലാത്തപ്പോൾ ഗവർണർക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. ഇത് നിയമത്തിന് തുല്യമാണ്. ഇതിൻ്റെ മാക്സിമം വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസവും 6 ആഴ്ചയുമായിരിക്കും. ഇനി ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗവർണർക്ക് സംസ്ഥാന നിയമങ്ങൾക്ക് നേരെ നടന്ന കുറ്റകൃത്യങ്ങളെ പ്രതികൾക്ക് ശിക്ഷാ ഇളവുകൾ നൽകാനായിട്ട് പറ്റും. ഇതിനെയാണ് പാർഡണിങ് അല്ലെങ്കിൽ ക്ലെമൻസി അധികാരം എന്ന് പറയുന്നത്. ഗവർണർക്ക് മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിച്ച് പാർഡൺ ചെയ്യാമെന്നുള്ളതാണ്. അതായത് പാർഡണിങ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ആ ശിക്ഷയെ റദ്ദാക്കാം. അതായത് ആ കുറ്റം ലീഗലി നടന്നിട്ടില്ലാത്തതുപോലെ ഗവർണർക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. താൽക്കാലികമായിട്ടുള്ള ഇളവ് നൽകാം. ഇതിനെയാണ് റിപ്രീവ് എന്ന് പറയുന്നത്. അതായത് ശിക്ഷ നടപ്പിലാക്കുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാം. ഇനി ശിക്ഷാകാലം കുറച്ച് നൽകാം. ഇതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശിക്ഷ ലഘുവാക്കാം. ഇതിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ. ഇനി ഗവർണർക്ക് ഡിസ്ക്രിഷണറി അധികാരമുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് വിവേചനാധികാരങ്ങളുണ്ട്. അതൊന്ന്, തൂക്കമന്ത്രിസഭയുടെ കേസിൽ മുഖ്യമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടൊരു സംസ്ഥാനം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നിയാൽ പ്രസിഡന്റ് ഭരണം റെക്കമെൻഡ് ചെയ്യുന്നതും ഗവർണറാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.